തൊഴിൽ രഹിതർ ഇല്ലാത്ത കേരളം എന്നതാണ് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ നയമെന്ന് ഇ.പി. ജയരാജൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇടതുപക്ഷം ഒരു ചുമതല നിശ്ചയിച്ചാൽ അത് അവരുടെ കഴിവിനെ കണ്ടുകൊണ്ടാകുമെന്നും ആത്മാർത്ഥതയോടെ കേരളത്തെ നവീകരിക്കുക എന്നതാണ് ഇടതുപക്ഷത്തിന്റെ നയമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ്. കേരളത്തിലെ വ്യവസായിക മാറ്റം എല്ലാ ഘട്ടത്തിലും ആക്രമണം നേരിട്ടു. കേരളത്തിലെ കായിക മേഖലയിൽ കാര്യമായ മാറ്റമുണ്ടായി. ഭൂപരിഷ്കരണത്തിലൂടെയാണ് മാറ്റമുണ്ടായത്. സംരംഭകർക്ക് ആവശ്യമായ നിയമമുണ്ടാക്കി. ഉണ്ടായ കാലത്ത് മാറ്റം വരുത്താൻ സർക്കാരിന് കഴിഞ്ഞിരിക്കുകയാണ്. അത് തുടർന്ന് കൊണ്ടുപോവുകയാണ് ഈ സർക്കാർ എന്നും അദ്ദേഹം പറയുകയാണ്. സംസ്ഥാനം വ്യവസായ സൗഹൃദമല്ല എന്നുള്ള പ്രചരണം നടത്തിയവർ ഇൻവെസ്റ്റ് കേരളയിൽ പങ്കാളിയായി എന്നതിൽ സന്തോഷമുണ്ട് എന്നും വികസിത രാജ്യങ്ങൾക്കൊപ്പം കേരളം വളരണമെന്നും അദ്ദേഹം പ്രതികരിച്ചിരിക്കുകയാണ്. ചില മാധ്യമങ്ങളെയും ഇ.പി. ജയരാജൻ കുറ്റപ്പെടുത്തുകയാണ്. മാധ്യമ മേഖല വലതുപക്ഷത്തിന്റേതാണ് എന്നും ഇടതുപക്ഷത്തെ വലതുപക്ഷവും മാധ്യമങ്ങളും ഭയക്കുന്നുവെന്നും മാധ്യമങ്ങളെ ഉപയോഗിച്ച് ചിലർ വ്യക്തിഹത്യ നടത്തുന്നുവെന്നും അദ്ദേഹം പറയുകയാണ്. മുഖ്യമന്ത്രി തന്നെ നിരവധി വേട്ടയാടലുകൾക്ക് വിധേയമായി എന്നും അദ്ദേഹം പറയുകയാണ്. ആത്മഹത്യാ വിവാദം അതിന്റെ ഒരു ഭാഗമാണ് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയാണ്. അതേസമയം കേരള യൂത്ത് സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലായ മവോസോ 2025 തുടക്കമായിരിക്കുകയാണ്. സമര പാരമ്പര്യമുള്ള ഡിവൈഎഫ്ഐയുടെ വേറിട്ട കാഴ്ചയാണ് മവോസ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ എടുത്തു പറയുന്നുണ്ട്. കേരളത്തിലെ സ്റ്റാർട്ടപ്പ് രംഗത്തുണ്ടായ വളർച്ചയെക്കുറിച്ച് ശശി തരൂർ പരാമർശിച്ചപ്പോൾ അതിലെ വസ്തുത പറയാതെ അതിനെ വിവാദമാക്കാനാണ് മാധ്യമങ്ങൾ ശ്രമിച്ചതെന്നും മുഖ്യമന്ത്രി വിമർശിച്ചിരിക്കുകയാണ്. രാജ്യത്ത് ആദ്യമായാണ് ഒരു യുവജന സംഘടന യുവാക്കൾക്ക് വേണ്ടിയുള്ള സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത്. പുത്തൻ സംരംഭക ആശയങ്ങൾ അവതരിപ്പിക്കാനും സമാന ചിന്താഗതിയുള്ളവരുമായി സൗഹൃദം സ്ഥാപിക്കാനും മവാസോ 2025 സാധിക്കും. ഡിവൈഎഫ്ഐയുടെ ഈ ഉദ്യമം വേറിട്ടതാണ് എന്നും എന്നാൽ ഇതിനെതിരെയുള്ള പ്രചാരണത്തിനാണ് ചിലർ മുൻതൂക്കം നൽകുന്നതെന്നും മുഖ്യമന്ത്രി മവാസോ 2025 ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവേ വ്യക്തമാക്കി. 2021-നും 2023-നും ഇടയിൽ സ്റ്റാർട്ടപ്പ് രംഗത്തുണ്ടായ കേരളത്തിന്റെ വളർച്ച 254%. ഈ മാറ്റത്തെ കുറിച്ച് ശശി തരൂർ ലേഖനം എഴുതിയതും അതിന് പിന്നാലെ ഉണ്ടായ പുകിലും മുഖ്യമന്ത്രി സൂചിപ്പിക്കുകയുണ്ടായി. കേരളത്തിൽ ഉണ്ടായ മാറ്റം ഒരു ദിവസം കൊണ്ട് ഉണ്ടായ കാര്യമല്ല. കൃത്യമായ ദിശാബോധവും പ്രവർത്തനവുമാണ് അത് സാധ്യമാക്കിയതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കുകയാണ്. 2 ദിവസം നീണ്ടു നിൽക്കുന്ന സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലിൽ 25ഓളം സെക്ഷനുകളാണ് ഉള്ളത്.